ചൈൽഡ്ഹുഡ് തൊട്ട് ഇത് തന്നെ കാണുന്ന തുടങ്ങി. മാർക്കറ്റിൽ കിട്ടുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും ലോവസ്റ്റ് യൂറോപ്യൻ സ്റ്റൈലിൽ വന്ന ഡിസൈൻസ് ആണ്. തുടങ്ങിയ സമയത്ത് കണ്ട കസ്റ്റമേഴ്സ്, ഇന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്, ഇന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്. നമുക്കിവിടെ ബേസിക്കലി ഒരു 8 grams തൊട്ട് ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. ഓരോ പ്രോബ്ലം ഫേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ്. പണ്ട് എല്ലാവരും ഡയമണ്ട് യൂസ് ചെയ്യാനൊരു പേടിയായിരുന്നു. ബ്രാൻഡ് ടോക്സ് ബൈ VJPSലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് മഹിള ജ്വല്ലേഴ്സിൻ്റെ ഉടമയായ ബാബു തോമസ് സാറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സാണ്. അത് അടുത്ത തലമുറയായിട്ട് വന്നപ്പം പുള്ളി ടേക്ക് ഓവർ ചെയ്ത് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. കൂട്ടത്തിൽ പുള്ളിക്ക് വേറെയും ബിസിനസ്സുകളുണ്ട്. എന്തായാലും വെൽക്കം ടു ദ ഷോ സാർ. താങ്ക് യു. സാറേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പം, അതായത് ഇപ്പം ഫാദർ ആയിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഫൗണ്ടറിൽ നിന്ന് സാറിലേക്ക് ഇത് എങ്ങനെയാണത് കൈമാറി വന്നത്? അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ? എങ്ങനെയാണ് സാർ ഇതിലേക്ക് ഇങ്ങനെ ഇത് ഇത്രമാത്രം ഒന്ന് നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു സാറിൻ്റെ ഒരു എന്തൂസിയാസം, സാറിൻ്റെ ഒരു ഇൻപുട്സ് ഒക്കെ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? ഇപ്പം ആക്ച്വലി നമ്മൾ ചെറുപ്പം മുതലേ ചൈൽഡ്ഹുഡ് തൊട്ട് ഇത് തന്നെ കാണുന്ന തുടങ്ങിയത്. ഗോൾഡ് ഫീൽഡും ആയിട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനോടുകൊണ്ട് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു? അപ്പം യെസ്, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്മൾ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന് ഇൻവോൾവ്മെൻറ്റ് കൂടി വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇത് നമ്മൾ എന്തൊക്കെ ഇൻവോൾവ് ആയി അങ്ങോട്ട് നമ്മളതിനകത്തൊക്കെ ഒന്ന് ഇഴകി ചേർന്നു. അതെ തന്നെ. അപ്പം അന്ന് മുതൽ നമ്മൾ ഈ മേക്കിംഗ് ഒക്കെ നമ്മൾ ആ സമയത്ത് തന്നെ അതിനകത്തൊക്കെ ഇടപെട്ടിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ നമ്മൾ ആക്റ്റീവായിരുന്നു അന്നേ തന്നെ. നമുക്ക് ഏകദേശം അതിൻ്റെ 0 to എന്താ പറയുക, അതിൻ്റെ ഒരു പ്രൊസീജിയർ നമുക്ക് ഏകദേശം അന്നേ തന്നെ ഒരു ഐഡിയ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ ദിവസം ഗ്രോ ചെയ്യാണല്ലോ, പഠിച്ചുകൊണ്ടാണല്ലോ ഗ്രോ ചെയ്യണത്. അപ്പം ഞാൻ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പം ഫാദറിൻ്റെ ഒരു സെയിം റൂട്ട് ഫോളോ ചെയ്യണമെന്ന് എപ്പോഴും ഇല്ലല്ലോ. ഓരോ ജനറേഷനും വ്യത്യാസമുണ്ട്. അപ്പം സാറിന് വ്യത്യസ്തമായി വേറെ എന്തെങ്കിലും ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി എൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ ഫോർമാറ്റ് തന്നെയാണ്. കസ്റ്റമേഴ്സിനെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എന്താ നീഡ്സ് അത് നമ്മൾ ഇത് ചെയ്യുക. അത് തന്നെയാണ് ബേസിക് കസ്റ്റമറിൻ്റെ. അതെ. പിന്നെ നമ്മൾ ജനറേഷൻ അനുസരിച്ച് ഉള്ള ചെറിയ ചേഞ്ചസ്, അതിൻ്റെ ഡിഫറൻസ് പെർസ്പെക്റ്റീവ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഫാക്ടർ, അങ്ങനെ. പിന്നെ മേക്കിംഗ് ചാർജിൻ്റെ ഇത് പണ്ട് ആൾക്കാർ ഇത്രയും മേക്കിംഗ് ചാർജ് ഇത്രയും അങ്ങനെ ഇതായിരുന്നില്ല. പണ്ട് ആ ഒരു പ്രിൻസിപ്പൾ ഡിഫറെൻ്റ് ആയിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, ഫാദറിന്റെ ആ ടൈമിൽ. അതെ. മേക്കിംഗ് ചാർജ് അന്ന് എല്ലാവരും അറിയില്ല എത്ര എങ്ങനെയാണെന്ന്. ഇപ്പോഴത്തെ ആൾക്കാർ കസ്റ്റമേഴ്സ് ചോദിച്ചു വരും, മേക്കിംഗ് ചാർജ് ഇത്രയാണെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് മേക്കിംഗ് ചാർജിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും ലോവസ്റ്റിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയി. അതെ, ട്രാൻസ്പെറൻസി, കുറച്ച് ട്രാൻസ്പെറൻസി ആയി. അപ്പോൾ ശരിക്കും ഫാദർ ആയിരുന്നപ്പോഴേ, എനിക്ക് പണ്ട് നമ്മുടെ ഷോപ്പ് ബ്രോഡ്വേയിലായിരുന്നില്ല. അതെ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതല്ലേ? അപ്പം അതെങ്ങനെ ഫാദർ ഉള്ളപ്പോൾ മാറിയതാണോ, ഇല്ല താങ്കളുടെ ഒരു ഐഡിയയിൽ മാറിയതാണോ? ഇല്ല, ഫാദർ ഒരു 2019 ഫാദർ മരിച്ചു. അപ്പൊ അതിനുശേഷം ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു ഐഡിയ വന്നപ്പോൾ, നമ്മൾ കുറച്ചും കൂടി സ്പേസ് വന്നപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. സാറിന്റെ ഒരു ഐഡിയ ആണ് അവിടെ നിന്ന് മാറി ഒരു പ്രൈം ലൊക്കേഷനിലേക്ക് വരിക. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമ്മുടേതായ ഒരു ഇന്നിങ്സ് തുടങ്ങി. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഓർണമെന്റ്സ് ഡിസൈൻ ചെയ്യുന്നത് ഒരു ട്രെൻഡാണല്ലോ. അത് എന്ത് ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നതൊക്കെ എന്ത് ബേസിസിലാണ് നമ്മളൊരു ഡിസൈൻസ് ഒക്കെ നമ്മുടെ ഒരു മൈൻഡിൽ ആ ഡിസൈൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ ട്രെൻഡ് ആയിരിക്കും ഇന്നത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുക, അങ്ങനെ അതൊക്കെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ട്രെൻഡ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പം ട്രെൻഡ് ലൈറ്റ് വെയ്റ്റ് ട്രെൻഡാണ് കൂടുതലും, പ്രത്യേകിച്ച് ഡെയിലി യൂസിന്. ഇപ്പോഴത്തെ എല്ലാവരും ഡെയിലി യൂസിന് കൂടുതൽ ബൾക്കായിട്ടുള്ള ഓർണമെന്റ്സ് ഇടില്ല. യെല്ലോ ഗോൾഡിനോട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് കൊണ്ടുവരിക. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വെയിറ്റ് കൂടി ചെയ്തിട്ട് കാര്യമില്ല. യെല്ലോ ഗോൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ സാധാ യെല്ലോ ഗോൾഡ് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കളറും വേറെ കളറിൽ കിട്ടും, റോസ് ഗോൾഡിൽ കിട്ടും, വൈറ്റ് ഗോൾഡിൽ കിട്ടും, റോഡിയം പോളിഷിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ അതൊക്കെ യൂറോപ്യൻ സ്റ്റൈലിൽ വന്ന ഡിസൈൻസ് ആണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടി ഡിസൈൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ മാക്സിമം പുതിയ കളക്ഷൻ നമ്മൾ അവർക്ക് അവൈൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ
കൊണ്ടുവരാൻ തുടങ്ങി. അതെ. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മുടെ കളക്ഷൻസ് ഏതൊക്കെ ടൈപ്പാണ്? ഇപ്പം ചെറിയ രീതിയിലാണോ ലാൻഡി കളക്ഷൻസ് ഒക്കെ? നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു പ്രീമിയം കളക്ഷൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ലൈറ്റ് വെയിറ്റിലാണ്. നമ്മൾ സാധാരണ നോർമലി ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൻറ്റിക്കും അതൊക്കെ വെയിറ്റ് കൂടിയ ഐറ്റംസ് ആയിരിക്കും. ഓക്കെ. നമുക്കിവിടെ ബേസിക്കലി ഒരു 8 grams തൊട്ട് ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. ബാംഗിൾസ് ആണെങ്കിലും നെക്ലസ് ആണെങ്കിലും ചോക്കേഴ്സ് ആണെങ്കിലും ആൻറ്റി കളക്ഷൻ 8 grams ചെട്ടിനാട് 8 grams അതൊക്കെ നമുക്ക് ബേസിക് ചെറിയ വെയിറ്റ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് പല പല ഡിസൈൻസിൽ കസ്റ്റമർ ഡിസൈൻ കൊണ്ടുവന്നാൽ നമുക്ക് അതും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ഇതിപ്പം മഹിളാ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലാരിവട്ടത്താണ്, എറണാകുളത്ത്. അപ്പം എങ്ങനെയാണ് ഈ പാലാരിവട്ടം ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് എന്തെങ്കിലും ബാക്കിൽ ലോജിക് ഉണ്ടോ? നമ്മൾ പാലാരിവട്ടത്ത് നമുക്കൊരു സ്കോപ്പ് നമ്മൾ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പാലാരിവട്ടം ലൊക്കേഷൻ ചൂസ് ചെയ്തത് ആക്ച്വലി. അതുകൊണ്ട് അതിൽ വേറെ പുറകിലൊരു ഇതില്ല. ഇവിടെ ഷോപ്സ് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൊക്കേഷൻ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് സ്റ്റഡി ചെയ്തപ്പോൾ അങ്ങനെ തോന്നി. അതായത് എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം. ബ്രോഡ്വേ മൊത്തം തിരക്കായി, അതെ, ആളുകൾക്ക് വന്നു പോലൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. സാറേ ഇപ്പം ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയ സമയത്ത്, അതായത് ഫാദറിൻ്റെ കാലം കഴിഞ്ഞ് ഫുള്ളായിട്ട് ടേക്ക് ഓവർ ചെയ്തു, ഷോപ്പ് വന്നു കഴിഞ്ഞപ്പം സാറിൻ്റെതായ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരു അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി നമുക്ക് ഓരോ പ്രോബ്ലംസ് വരും. അത് നമ്മൾ ഓരോ പ്രോബ്ലം ഫേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ്റെ ഒരു കഴിവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും ഡെയിലി പ്രോബ്ലംസ് നമ്മൾ അത് ഫേസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ്റെ ഒരു മന്ത്ര എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പം നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? അതായത് അതിനകത്ത് നിന്ന് എനിക്ക് നല്ലൊരു ലേണിംഗ് കിട്ടി എന്ന ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും നമ്മൾ ഇതുവരെ കയറി വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ നല്ല റുട്ടീനായിട്ട് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടും ആ ഒരു ബേസിക് റുട്ടീൻ ഫോളോ ചെയ്തതുകൊണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല റെസ്പോൺസാണ്. ആരും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ബിഹേവിയർ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്, സർവീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഫാദർ ഉള്ള കാലം മുതലേ നമ്മൾ ഇതിനകത്ത് വന്നുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ റൺ ആവുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ അത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ നമ്മൾ ഇത്ര 32 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്. ഇപ്പം പൊതുവേ നമ്മളിപ്പം ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന ആളുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മളവരെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അവരെ ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ സാധാരണ മേക്കിംഗ് ചാർജ് നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് മാക്സിമം കസ്റ്റമർ സർവീസ് കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു പ്ലീസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറാണ് അവരോട്. ഇപ്പം ഒരാൾ വരികയാണ്, ഇപ്പോൾ ഒരു ഐറ്റം ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഒരു റിങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അങ്ങനെ അവർക്ക് നമ്മൾ ഒരുപാട് ചോയ്സസ് ഇട്ട് കൊടുത്തിട്ടാണോ സെലക്ട് ചെയ്യുന്നത്? ഇല്ല, അവരുടെ ആക്ച്വലി നമുക്ക് ചോയ്സസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ബാക്കിയുള്ള ഷോപ്സിനെക്കാട്ടും നമുക്ക് ഇവിടെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഓക്കെ. ബാക്കിയുള്ള ഷോപ്സിൽ ചിലപ്പോൾ കുറച്ചുള്ള ഒരു മേ ബി ഒരു 10 പാഡ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, 20 പാഡ് കളക്ഷൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അവർക്ക് ചോയ്സ് ഓഫ് കളക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് അവർ ഇഷ്ടത്തിനുള്ളൊരു സാധനം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ. സാറേ, അപ്പം നമ്മളിത് ഇപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ 32 വർഷം കൊണ്ട് ഒരു 5 കൊല്ലം കൊണ്ട് എന്തായിരിക്കും ട്രെൻഡ്, നമ്മൾ ഏത് രീതിയിൽ വളരണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും? ഒരു ഫോക്കസ് ഉണ്ട്. അതൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഇവോൾവ് ആവുക അല്ലെങ്കിൽ അതിനനുസരിച്ച് മെച്ചപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് വരുന്ന വെച്ച് നോക്കാം. ഓക്കെ. ഇപ്പം 32 വർഷമായി മഹിളാ ജ്വല്ലേഴ്സ്. അതിനകത്ത് അന്ന് കണ്ട കസ്റ്റമേഴ്സ്, സാറ് തുടങ്ങിയ സമയത്ത് കണ്ട കസ്റ്റമേഴ്സ്, പിന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്, ഇന്നത്തെ ജനറേഷനിൽ വന്ന കസ്റ്റമേഴ്സ്, ഇവർ തമ്മിൽ എങ്ങനെ ഒരു വ്യത്യാസം എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത്? ഇന്നത്തെ ജനറേഷൻ കസ്റ്റമേഴ്സ് നോർമലി ഗോൾഡിനോട് ഒരു അത്രയും അഡിക്ഷൻ അല്ലെങ്കിൽ അത്രയും താല്പര്യം കുറവുള്ള അതൊരു സിസ്റ്റം ആയതുകൊണ്ടാണ്. പിന്നെ വിലയും ഇത്ര കൂടുതലാണല്ലോ, അതുകൊണ്ട് പിന്നെ യൂസ് ചെയ്യണില്ല അധികം.
വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് വില കൂടുതലൊരു ബിഗ് ഫാക്ടർ തന്നെയാണ്. മേ ബി കല്യാണ സമയത്ത് മാത്രമേ ബൾക്കായിട്ട് പർച്ചേസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എപ്പോഴും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു ബിഗ് പ്ലസ് തന്നെയാണ്. അത് എപ്പോഴും നമുക്ക് ഒരുപാട് വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണത് എപ്പോഴും ഒരു നല്ലൊരു മോട്ടീവ് തന്നെയാണ്. അതൊരു ബിഗ് ഫാക്ടർ തന്നെയാണ്. സാറേ ഇപ്പം നമ്മൾ സാധാരണ ജ്വല്ലറീസ് ഒക്കെ ആണെന്നല്ലേ എന്ത് ഈ സേവിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ അങ്ങനെ നമുക്കിവിടെ സ്കീംസ് ഉണ്ട്. കുറി പോലെ മന്ത്ലി പേയ്മെന്റ് ചെയ്ത് നമുക്ക് ഗോൾഡ് എടുക്കാവുന്ന സ്കീംസ് ഉണ്ട്. അത് ഏത് എമൗണ്ടിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് 12 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാണ്ട് നമുക്ക് ഏത് ഓർണമെന്റും സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിവിടെ ഒരാൾ വരും, ഒരു മിനിമം നമുക്ക് ഒരു മിനിമം എമൗണ്ട് ഉള്ള ഒരാൾക്കൂടെ വന്ന് നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ ഗോൾസ് പറയാം. ഒരു മിനിമം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കൂടെ വാക്ക് ഇൻ ചെയ്ത ഒരു ചെറുതായിട്ടൊരു പർച്ചേസ് നടത്താൻ പറ്റും? നമുക്ക് ഗോൾഡിലാണെങ്കിൽ ഒരു 2500 തൊട്ട് റിങ്സ് അവൈലബിൾ ആണ്. ചെറിയ മോതിരങ്ങൾ കിട്ടും. ഓക്കെ. ഡെയിലി യൂസ് പർപ്പസിന് ലേഡീസ് റിങ്സ്. പിന്നെ ഡയമണ്ടിലാണെങ്കിൽ നമുക്കൊരു ഒരു 4500 തൊട്ട് നോ സ്പിൻസ് അവൈലബിൾ ആണ്. മൂക്കുത്തികൾ. ഓക്കെ. ഈ ഡയമണ്ട്സ് നമുക്കുണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നു അല്ലാതെ പിന്നെ ആഡ് ഓൺ ചെയ്തതാണ്? അല്ല, ഇപ്പോൾ നമുക്ക് ഡയമണ്ട്സിന്റെ ഒരു എൻക്വയറി കൂടുതലാണ് പണ്ടത്തെക്കാട്ടും. പണ്ട് എല്ലാവരും ഡയമണ്ട് യൂസ് ചെയ്യാനൊരു പേടിയായിരുന്നു. അതിനെ പറ്റി അത് റീസെയിൽ വാല്യൂ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതൊക്കെ ഒരു പേടി തന്നെയായിരുന്നു. നോളജ് ഇല്ല അതിനെപ്പറ്റി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എല്ലായിടത്തും അതിനെപ്പറ്റിയുള്ള അവയർനെസ്സും അതിനെപ്പറ്റിയുള്ള പരസ്യങ്ങളും അതിൻ്റെ വില വിവരങ്ങളും എല്ലാം കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ഉള്ളത് കൊണ്ട് അവർക്ക് മേടിക്കാനൊരു ഭയമില്ല. തിരിച്ചു കൊടുക്കുമ്പോഴും സെയിം റേറ്റ് കിട്ടുന്നത് കൊണ്ട് അത് ആൾക്കാർക്ക് ഒന്ന് ബൈ ചെയ്ത് നോക്കാൻ ഒരു താല്പര്യമുണ്ട് പണ്ടത്തെക്കാട്ടും. ഓക്കെ. അപ്പം പണ്ടെന്ന് വെച്ചാൽ ഡയമണ്ട്സ് വാങ്ങിച്ചാൽ നമുക്കൊരു ആവശ്യത്തിന് അത് സെയിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്നുള്ളതാണ് പണ്ടത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് തോന്നുന്നു. അതൊന്നും ഇപ്പം മാറിക്കിട്ടി അല്ലേ? അതെ. അപ്പം അതെങ്ങനെ നമ്മൾ ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സർട്ടിഫൈഡ് എന്താ നമ്മൾ കൊടുക്കുക? അതിൻ്റെ കൂടെ ഡയമണ്ട് നമ്മൾ നോർമലി മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ. അതിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ കളർ കോഡും എല്ലാം മെൻഷൻ ചെയ്ത് ഒരു ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് പോലെ. ഓക്കെ. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്കത് റീസെയിൽ പോസിബിൾ ആണ്. ഫുൾ 100% വാല്യൂയും കിട്ടും. അതിങ്ങനെ ഗോൾഡ് പോലെ തന്നെ നമുക്ക് വാങ്ങിച്ചെടുത്ത് തന്നെ കൊടുക്കണോ, ഇല്ല നമുക്ക് അല്ല വേറെ അത് എവിടെ വേണമെങ്കിലും ചെയ്യാം? അത് ശരിക്കും നമുക്ക് ഫുൾ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഷോപ്പിൽ തന്നെ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അതാണ് പ്രോബ്ലം അല്ല, അതിൻ്റെ ഒരു റിയൽ ഒരു അതിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ സെയിം ഷോപ്പിൽ തന്നെ കൊടുക്കണം. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഡയമണ്ട്സിൽ ഏതൊക്കെ കളക്ഷൻസ് ഉള്ളത് ഇവിടെ? നമുക്ക് ഡയമണ്ട്സിൽ തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നെക്ലസസ് ഉണ്ട്. 2 ഗ്രാമിൻ്റെ നെക്ലസ് ഉണ്ട്. അതൊരു 8000 തൊട്ട് റേഞ്ചിലുള്ള നെക്ലസസ് ഉണ്ട്. പിന്നെ റിങ്സ്, ട്വിസ്റ്റർ ബാംഗിൾസ്, അങ്ങനെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡയമണ്ട് വാങ്ങിക്കാം. അതെ. ഒരു 5000 4000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ടിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ നമുക്ക് കല്യാണത്തിന്റെ പാക്കേജസ് ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് മേക്കിംഗ് ചാർജ് 3% അല്ലെങ്കിൽ 2.5% ഉണ്ട്. പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാണ്ട് നമുക്ക് ഓർണമെന്റ് എടുക്കാം. നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി തരും? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഫോട്ടോ കാണിച്ചു തന്നാൽ ഫോട്ടോ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ വരികയാണെങ്കിൽ ഒരു 3-4 ഡിസൈൻസിന്റെ ഒരു ഫോട്ടോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊക്കെ എത്ര കാലതാമസം സാധാരണ നമുക്ക്? അത് ഡിപ്പെൻസ്. അത് ഡിസൈൻ അനുസരിച്ചിരിക്കും. നമ്മൾ നോർമൽ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഒരു 7 days ഒക്കെ മതിയാവും. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന ഡിസൈൻസ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് മുൻകൂട്ടി പറയും ഇത്ര ടൈം എടുക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് പെട്ടെന്ന് 2-3 വീക്സിനകത്തൊക്കെ അത്രയൊന്നും വേണ്ട. 7 days ഒക്കെ മതിയാവും അതിനകത്ത് കിട്ടും. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നോർമലി എങ്ങനെയാണ് കസ്റ്റമറിന്റെ ഫീഡ്ബാക്സ് നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അവർ സാറ്റിസ്ഫൈഡ് ആണോ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കണം? നമ്മൾ അവരുടെ റിയാക്ഷൻ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവാറ്. അവർ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ പോവാറ് എപ്പോഴും. ഓക്കെ. അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവരായിട്ട് എന്തെങ്കിലും രീതിയിൽ വല്ല ഗ്രീറ്റിംഗ്സ് എന്തെങ്കിലും അയച്ച് ഒരു കണക്ഷൻ വെക്കാറുണ്ടായില്ല? നമ്മൾ ഈ ഓണത്തിനും അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽസിനും നമ്മൾ ഓഫേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓഫേഴ്സും
പുതിയ പുതിയ മോഡൽസിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റീവ് സീസൺസിനൊക്കെ നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫേഴ്സൊക്കെ ഫോം ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും എല്ലാ ഫെസ്റ്റിവൽ സീസണിലും നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ഓഫേഴ്സ് അന്നത്തെ ആ ടൈമിൽ എന്താ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുക അതിനനുസരിച്ച് നമ്മൾ മാക്സിമം അവർക്ക് ഓഫേഴ്സ് കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ പുതിയ പുതിയ പാക്കേജസ് അപ്പോൾ കൊണ്ടുവരാറുണ്ട്. ഓക്കെ. അപ്പം സാറ് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ഫാദറിനോട് പണ്ട് മുതലേ വന്നതാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ചെയ്യുന്നത്? സാറിൻ്റെ കിഡ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാറുണ്ടോ ഇതിനകത്തേക്ക്? അത് ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക്. ജനറേഷൻ മാറിയില്ല, അതാണ് ചോദിച്ചത്. അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? അതാണ് അത് നമ്മളിത് കണ്ടു വളർന്നതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വന്നു. ആക്ച്വലി ഞാൻ MSc IBM ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആക്ച്വലി ഇതിലേക്ക് വരാണ്ട് നമുക്ക് വേറൊരു പ്രൊഫഷൻ നമുക്ക് പോകുമായിരുന്നു. പക്ഷെ ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു ലെഗസി പോലെ തുടർന്ന് പോവുക എന്നൊരു മോട്ടീവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കസ്റ്റമേഴ്സിനൊക്കെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെയാണ് നമ്മൾ നമ്മളത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കഴിഞ്ഞ ജനറേഷൻ, അതായത് സാറിൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ, ഇപ്പം ജെൻസി എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിൽ അവർ തമ്മിൽ എങ്ങനെയാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പം നമ്മളെങ്ങനെയാണ് ഈ ജെൻസി കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കണം? കാര്യം പൊതുവേ നമ്മൾ അവരെ നോക്കാൻ നേരത്ത് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അവരുടെ ഒരു ലിവിങ്ങിനുള്ളൊരു മണി ഉണ്ടാക്കുക എന്നപ്പുറത്തേക്ക് കൂടുതൽ പേർക്കും വലിയ ചിന്തകളോ അങ്ങനെ ഒരു ഫോക്കസ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് കേട്ടോടത്തോളം. എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാലത്ത് ഞാനും ഒരു ജെൻസി കിഡായിരിക്കും. അപ്പം അത് ഓരോ എവല്യൂഷൻ. അപ്പം ഓരോ ചേഞ്ചസ് വരുമ്പോൾ സൊസൈറ്റിയിൽ കാര്യങ്ങൾ ഡിഫറൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഡിഫറൻസാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അതിനിയും ഓരോ വർഷം കഴിയുന്നതോറും ഡിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സജഷൻസോ ടിപ്സോ എന്തെങ്കിലും അവർക്ക് കൊടുക്കണ്ടോ? അങ്ങനെ ടിപ്സായിട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. കാരണം ഞാനും യങ് ആണ്. അപ്പം എനിക്ക് അഡ്വൈസ് തരേണ്ട പ്രായമൊന്നും എനിക്കില്ല. അപ്പം അങ്ങനത്തെ ടിപ്സും ഒന്നും ഞാൻ അങ്ങനെ കൊടുക്കണോ എനിക്ക് തീരുമാനിക്കാനുള്ള ആളില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സാർ ഈ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിനും താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.